നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾക്കും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കും പിന്നാലെ രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തിൽ സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര ടാസ്ക് ഫോഴ്സിലെ പ്രമുഖ അംഗങ്ങളുടെ വിവരങ്ങൾ പുറത്തുവന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഘടന മാറ്റിയെഴുതാനും പരീക്ഷാ നടത്തിപ്പ് കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കാനുമായി 6 പ്രമുഖ മേഖലകളിലെ വിദഗ്ധരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമിതിയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. സാങ്കേതിക വിദ്യ, ബഹിരാകാശ ഗവേഷണം, രഹസ്യാന്വേഷണം, ശാസ്ത്രം, ഭരണനിർവഹണം, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങിയതാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി സമിതി. വിവിധ രംഗത്ത് കഴിവ് തെളിയിച്ചവർ ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി. ഇൻഫോസിസ് സഹസ്ഥാപകനായ നന്ദൻ നിലേഖനിയാണ് ടാസ്ക് ഫോഴ്സ് തലവൻ. ഇന്ത്യൻ IT രംഗത്തെ അതികായനായ വ്യക്തിയാണ് ഇദ്ദേഹം. UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ആധാർ കാർഡിന്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത് നന്ദൻ നിലേഖാനിയാണ്. ഇതുകൂടാതെ മലയാളിയായ മുൻ ISRO ചെയർമാൻ S. സോമനാഥും മറ്റു പ്രമുഖരും ഈ പട്ടികയിലുണ്ട്. ഇൻഫോസിസ് സഹസ്ഥാപകനും IT മേഖലയിലെ പ്രമുഖനുമായ നന്ദൻ നിലേഖാനിയാണ് സമിതിയെ നിയോഗിക്കുന്നത്. IIT ബോംബെയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ഇദ്ദേഹം ഇന്ത്യയുടെ UIDAI പദ്ധതിക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. പരീക്ഷാ നടത്തിപ്പിനായി ഹാക്ക് ചെയ്യാനോ ഉള്ളിൽ നിന്ന് ചോർത്താനോ സാധിക്കാത്ത തരത്തിലുള്ള സുരക്ഷിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തയ്യാറാക്കാനും ഡേറ്റ സുരക്ഷ ഉറപ്പാക്കാനും നിലേഖാനിയുടെ മേൽനോട്ടത്തിലുള്ള സംഘത്തിന് സാധിക്കും. 2007 ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഇൻഫോസിസിന്റെ CEO സ്ഥാനത്ത് നിന്ന് പുറത്തുപോയ ശേഷം ഇന്ത്യക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകാൻ രൂപീകരിച്ച UIDAIയുടെ തലവനായി ചുമതലയേൽക്കുകയായിരുന്നു. ഇതിനുശേഷം 2014 UIDAIയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു. കോൺഗ്രസിൽ ചേർന്ന് ബാംഗ്ലൂർ സൗത്തിൽ നിന്ന് 5 തവണ BJP MP-യായ അനന്ത് കുമാറിനെതിരെ മത്സരിക്കാനിറങ്ങിയെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ മോദി സർക്കാർ നീറ്റ് വിവാദത്തിൽ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴാണ് നന്ദൻ നിലേഖാനിയുടെ സഹായം BJP സർക്കാർ തേടുന്നത്. കറൻസി നോട്ട് പിൻവലിക്കലിന് പിന്നാലെ സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ തടയുന്നതിനൊപ്പം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലേക്ക് രാജ്യത്തെ ജനങ്ങളെ നയിക്കുന്നതിൽ നിർണായക റോൾ വഹിച്ചവരിൽ ഒരാളും നന്ദൻ നിലേഖാനിയാണ്. അക്കാലത്ത് മോദി ഈ ടെക് ഭീമന്റെ സഹായം തേടിയിരുന്നു. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതിലാണ് പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന്റെ സഹായം തേടിയത്. ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ബഹിരാകാശ ശാസ്ത്രജ്ഞനും മുൻ ISRO തലവനുമാണ് മലയാളിയായ S. സോമനാഥ്. ബഹിരാകാശ ദൗത്യങ്ങൾക്ക് സമാനമായി യാതൊരുവിധ പിഴവുകളുമില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പരീക്ഷാ നടത്തിപ്പിൽ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിക്കും. മുൻ IPS ഉദ്യോഗസ്ഥനും ഇന്റലിജൻസ് ബ്യൂറോയുടെ 28ാമത് ഡയറക്ടറുമായിരുന്ന തപൻ കുമാർ ദേഖയാണ് സമിതിയിലെ രഹസ്യാന്വേഷണ വിദഗ്ധൻ. പരീക്ഷാ മാഫിയകളെയും ചോദ്യപേപ്പർ ചോർത്തുന്ന സംഘങ്ങളെയും കണ്ടെത്താനും പിടികൂടാനുമുള്ള റിയൽ ടൈം സൈബർ നിരീക്ഷണ സംവിധാനങ്ങളും രഹസ്യാന്വേഷണ ശൃംഖലകളും വികസിപ്പിക്കാൻ ഇദ്ദേഹം നിർദ്ദേശം നൽകും.